കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കിയേക്കാവുന്ന കാര്യങ്ങളാണ്. തൃശൂർ പൂരം ഏതെങ്കിലും പ്രത്യേക ക്ഷേത്രങ്ങളുടെയോ സാമുദായിക വിഭാഗങ്ങളുടെയോ വ്യക്തികളുടെയോ മാത്രം ആഘോഷമല്ലെന്നും 1796 ശക്തൻ തമ്പുരാന്റെ ഉത്തരവ് പ്രകാരം ചിട്ടപ്പെടുത്തിയ ആഘോഷമാണെന്നും സത്യവാങ്മൂലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങൾ വരും വർഷങ്ങളിലും ഉണ്ടാകാമെന്നും അതിനാൽ പൂരത്തിന്റെ നടത്തിപ്പിനായി ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ, സമയക്രമം എന്നിവ സംബന്ധിച്ച് കൃത്യതയുണ്ടാക്കുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും പൂർണ്ണ സഹകരണത്തോടെ ഉന്നതാധികാര കമ്മിറ്റിക്ക് രൂപം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം ഭാവിയിൽ തൃശൂർ പൂരം നടത്തേണ്ടത് എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. തിരുവമ്പാടിയുടെ രാത്രി മടത്തിൽ വരവ് സമയത്ത് വെടിക്കെട്ടിനുള്ള സുരക്ഷാ ബാരിക്കേഡുകൾ വെച്ചതിനെതിരെ അതൃപ്തിയും പ്രതിഷേധവും ഉയർത്തിയത് ന്യായീകരിക്കാനാകില്ല. പാറമേക്കാവ് ദേവസ്വം രാത്രി എഴുന്നള്ളിപ്പ് തടസ്സമില്ലാതെ നടത്തി. രാത്രി മടത്തിൽ വരവ് സമയത്ത് തിരുവമ്പാടി 9 ആനകൾക്ക് പകരം ഒരു ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ചടങ്ങ് ചുരുക്കി. അലങ്കാര പന്തലുകളിലെ വിളക്കുകൾ അണച്ചത് പൂരത്തിന്റെ ശോഭ നഷ്ടപ്പെടുത്തി എന്നീ ആരോപണങ്ങളും ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ ആരോപിച്ചിട്ടുണ്ട്.